പൂജാവിധാനങ്ങളിൽ പത്മങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ക്ഷേത്രാരാധന അഥവാ വിഗ്രഹാരാധന, ഹോമം, പത്മമിട്ട് പൂജ എന്നിങ്ങനെ പൂജാവിധികളെ മൊത്തത്തിൽ മൂന്നായി വർഗീകരിക്കാം. മൂന്നിനും ഏതാണ്ട് തുല്യമായ പ്രാധാന്യമാണ് ആരാധനാ സമ്പ്രദായങ്ങളിൽ കണ്ടുവരുന്നത്. പത്മമിട്ട് ചെയ്യുന്ന പൂജകളിൽ പത്മത്തിനു തന്നെ പരമപ്രാധാന്യം. പത്മത്തിനകത്ത് വിഗ്രഹങ്ങളോ വിളക്കുകളോ വച്ചിരിക്കണമെന്നില്ല. പത്മത്തിന് തന്നെയാണ് അപ്പോൾ എല്ലാ പൂജകളും ചെയ്യുന്നത്. ഇത്തരം പത്മങ്ങൾ മൊത്തത്തിൽ വൈദികം, താന്ത്രികം, മാന്ത്രികം എന്നീ 3 വിഭാഗങ്ങളിൽ പെടുന്നു. കളമ്പാട്ട് തുടങ്ങിയ സമ്പ്രദായങ്ങളിൽ കളങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്ന പ്രാധാന്യത്തിന് തുല്യമാണ് വൈദിക പാരമ്പര്യത്തിൽ പത്മങ്ങൾക്കുള്ളത്. സ്ഥലശുദ്ധി ചെയ്ത് അലങ്കരിച്ച മണ്ഡപത്തിൽ പൂജ തുടങ്ങുന്നതിനു മുൻപേ പത്മം വരയ്ക്കും. വെളുപ്പ്, ചുവപ്പ്, കറുപ്പ്, മഞ്ഞ, പച്ച എന്നീ വർണ്ണപ്പൊടികളാണ് പത്മങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കുന്നത്. ഉണക്കലരി ഉണക്കിപ്പൊടിച്ച അരിപ്പൊടിയാണ് വെളുത്ത പൊടി. മഞ്ഞൾ, ചുണ്ണാമ്പ് ഇവ ചേർത്ത് കുഴച്ച് ഉണക്കിപ്പൊടിച്ചാണ് ചുവപ്പ് പൊടി തയ്യാറാക്കുന്നത്. ഉമി കത്തിച്ച് കരിച്ച് പൊടിച്ചാണ് കറുപ്പ് പൊടിയുടെ നിർമ്മാണം. മഞ്ഞൾ പൊടിച്ചുണ്ടാക്കി മഞ്ഞപ്പൊടി ഉണ്ടാക്കും. വാകയില പൊടിച്ച് പച്ചപ്പൊടിയും. ഈ പൊടികളുടെ വർണ്ണങ്ങൾക്ക് പിന്നിലുള്ള സങ്കല്പത്തെക്കുറിച്ച് തന്ത്രസമുച്ചയത്തിൽ പ്രതിപാദ്യമുണ്ട്. പഞ്ചഭൂത സങ്കല്പമാണ് 5 വർണ്ണങ്ങൾക്കും കൽപ്പിച്ചിരിക്കുന്നതും. മഞ്ഞ പൃഥ്വിഭൂതമായും, വെളുപ്പ് ജലഭൂതമായും, ചുവപ്പ് അഗ്നിഭൂതമായും, പച്ച വായുഭൂതമായും, കറുപ്പ് ആകാശഭൂതമായും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിലൂടെ പഞ്ചഭൂതമായ മായ മൂർത്തി ശരീര സങ്കല്പം പത്മങ്ങളുടെ നിർമ്മാണത്തിന് പുറകിലുണ്ടെന്ന് വ്യക്തമാണ്. വിഷ്ണു, ശിവൻ, ദുർഗ, ശങ്കരനാരായണൻ, സുബ്രഹ്മണ്യൻ, ഗണപതി, ശാസ്താവ് എന്നീ സപ്തദേവന്മാർക്ക് പരിവാര പൂജ ചെയ്യാൻ ഇടുന്നതാണ് ഏറ്റവും വലിയ പത്മങ്ങൾ. വിഷ്ണുവിൻ്റെ സപരിവാര പൂജ ചെയ്യാനിടുന്നത് ചക്രാബ്ജമാണ്. പത്മങ്ങളിൽ വച്ച് ഏറ്റവും വലുതും മനോഹരവും. ആശാരിക്കോലിന് 8 കോൽ നീളത്തിലും 8 കോൽ വീതിയിലും സമചതുരമായി നിർമ്മിച്ചെടുക്കുന്നു ചക്രാബ്ജം. ദുർഗയ്ക്ക് ശക്തിതണ്ട് എന്ന പത്മമാണ് സാധാരണ ഇടുക. സുബ്രഹ്മണ്യനാകട്ടെ ഷൾദള പത്മം നിർമ്മിക്കുന്നു. ശിവൻ, ഗണപതി, ശങ്കരനാരായണൻ, ശാസ്താവ് എന്നീ ദേവതകൾക്കാകട്ടെ ഭദ്രക പത്മവും സാധാരണ ഇടുന്നു.